ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ചിങ്ങം ഒന്നൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ വീട്ടിലെ ചിങ്ങം ഒന്നും അടിപൊളിയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പാല് കാച്ചാൻ തുടങ്ങിയപ്പോൾ തന്നെ ഗ്യാസ് തീർന്നു. അത് സൂപ്പറായിട്ട് ചിങ്ങം ഒന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ബോയ് ആണ്. ഓണത്തിന് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ചെയ്ത് സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ ഒക്കെ വെച്ചുകൊണ്ട് പോകാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് ഉള്ളൊരു കുഞ്ഞ് ഹെയർ ബോ. വലിയ പണിയൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഒത്തിരി യൂട്യൂബ് ചാനൽസിലൊക്കെ ഇത് എങ്ങനെയാണ് ഹെയർ ബോ ഉണ്ടാക്കേണ്ടതെന്നെല്ലാം കാണിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഓണം തീമിലുള്ള ഒരു ഹെയർ ബോയ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ നോക്കുമ്പോൾ 15 ഇഞ്ച് ഉണ്ട്. അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 7 ഇഞ്ച് ഉണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ മടക്കി നമുക്കിതിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അതിൻ്റെ ബോർഡേഴ്സിലൂടെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ ഇതുവരെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് വരും. അതുവഴി നമുക്ക് നമ്മുടെ ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഗ്യാപ്പ് വഴി നമുക്കിതിനെ റിവേഴ്സ് ചെയ്ത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ ചെറിയൊരു സൈസും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ കുഞ്ഞി ഞൊറിവ് കൊടുത്തിട്ട് കേട്ടോ ഇങ്ങനെയായിട്ട്. ഇന്ന് ഞാനിവിടെ 2 ബോയിനെയും സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ചിലർ രണ്ടും ഒരുമിച്ച് ചെയ്യാറുണ്ട്. ഞാൻ ചില സമയങ്ങളിൽ രണ്ടും ഒരുമിച്ച് ചെയ്യും, ചില സമയങ്ങളിൽ രണ്ടും സെപ്പറേറ്റ് ചെയ്യും. ഇന്ന് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ടൈ ചെയ്തെടുത്തേക്കുന്നത്. ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഞാൻ സൂചി യൂസ് ചെയ്തില്ല എന്ന്, അതിന് പകരമായിട്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് അതിനെ ഒന്ന് ടൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ വലിയ ബോയും ചെറിയ ബോയും ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്തെന്ന് പറഞ്ഞാൽ ടെയിൽ പോലെ ഒരെണ്ണം കൊടുക്കാനാണ്. അതും ഞാൻ ബാക്കി വന്ന ഡ്രസ്സ് ചെയ്തതിന് ശേഷം ബാക്കി വന്ന പീസസാണ് ഇത് 3 പീസും. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു 9 ഇഞ്ച് ഉള്ളൊരു മെറ്റീരിയൽ എടുത്തേക്കുവാണ്. എന്നിട്ട് കർവ് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ ആക്കി എടുത്തേക്കുവാണ്. എന്നിട്ട് സൈഡെല്ലാം നല്ലോണം നല്ല ഇതൊക്കെ ചെയ്ത് നല്ല ഡ്രിം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനൊരു കഥകളിയാണ് ചെയ്യുന്നത്. കാരണം ഡ്രസ്സിൻ്റെ ഫ്രണ്ട് പോർഷനിൽ കഥകളിയാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ബോയിൽ ഒരു കഥകളി കൊടുക്കാമെന്ന് വിചാരിച്ചു. ടോപ്പിൽ വരുന്നത് ഒരു ഹാഫ് കഥകളിയുടെ ഫേസാണ്. പക്ഷെ ഞാനിവിടെ ഒരു ഫുൾ കഥകളിയുടെ ഫേസാണ് ചെയ്തേക്കുന്നത്. ചോട്ടു ആണെങ്കിൽ ഒരു തരത്തിൽ എന്നെ പെയിൻറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ചോട്ടു എൻ്റെ കഴുത്തിൽ ഇറുക്കി പിടിച്ചിട്ട് കിടന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതെല്ലാം പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഥകളി ഉദ്ദേശിച്ച് ചെയ്തിട്ട് അവസാനം എന്താകും എന്നൊരു ടെൻഷൻ എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താടി ഭാഗമൊക്കെ ഭയങ്കര ഒരു ചേരാത്ത പോലെ എനിക്ക് തോന്നിയായിരുന്നു. ഇതാണ് എൻ്റെ അവസ്ഥ. വരയ്ക്കാനും സമ്മതിക്കൂല അല്ലേ ചോട്ടോ? വരയ്ക്കാൻ സമ്മതിക്കൂല. കയ്യിലെ പെയിൻ്റൊക്കെ എവിടെ? ഉടുപ്പിൽ മൊത്തം പെയിൻ്റാക്കി അല്ലേ? അങ്ങനെ അവളെയും വെച്ചുകൊണ്ട് ഞാൻ ഏകദേശം ഇതുപോലെ ആക്കിയിട്ടുണ്ട്. എടുത്തു വെച്ച് നോക്കിയപ്പോഴാണ് അതിൻ്റെ ചുണ്ടൊക്കെ എങ്ങോട്ടോ നോക്കി ഇരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യമേ സോറി പറയുന്നു. പെർഫെക്റ്റായ ഒരു കഥകളി എനിക്ക് കിട്ടിയിട്ടേ ഇല്ല. പിന്നീട് ഞാൻ ചെയ്തത് ഇതുപോലെ ചെറിയ പ്ലീറ്റ്സ് ആക്കിയിട്ട് നമ്മുടെ ബോയിലേക്ക് അറ്റാച്ച് ചെയ്യാണ് ചെയ്തത്. പിന്നെ ഒരു പീസ് എടുത്തു. ഒരു 1.5 ഇഞ്ച് വരും ലെങ്ത്ത്. ഒരു ഇപ്പോൾ എടുത്തേക്കുന്ന 5 ഇഞ്ചാണ്, പക്ഷേ അത്രയൊന്നും വേണ്ട. അതിൻ്റെ ഹാഫ് തന്നെ മതിയാകും. ബാക്കി പോർഷൻ ഞാനിവിടെ കട്ട് ചെയ്ത് കളയാണ് ചെയ്തത്. എന്നിട്ട് അവിടെ ഞാൻ നമ്മുടെ സൂചി വെച്ചിട്ട് തയ്ച്ചു വെച്ചു. പിന്നെ ഒരു
ഒരു ചെറിയൊരു കമ്മലിൻ്റെ ബാക്കിയായിരുന്നു, അതൊരു ഷോയ്ക്ക് വേണ്ടി അവിടെ വെച്ചു. എന്നിട്ട് നമ്മുടെ ഒരു അലിഗേറ്റർ ക്ലിപ്പും കൂടി വെച്ച് കൊടുത്തു. അപ്പോൾ ഈ പ്രാവശ്യത്തേക്കുള്ള ഓണത്തിനുള്ള ക്ലിപ്പ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആരെയോ നോക്കി കളിയാക്കിയിരിക്കുന്ന എൻ്റെ ഈ കഥകളിയും ഈ കുഞ്ഞു ക്ലിപ്പും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.